ഹല്ലേലൂയ. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. നമുക്കൊരു വചനഭാഗം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 26-ാമത് വാക്യം നമുക്കെല്ലാവർക്കും ഒരുമിച്ച് വായിക്കാം. അനന്തരം ദൈവം, നാം നമ്മുടെ സ്വരൂപത്തിൽ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പറവജാതികളുടെ മേലും മൃഗത്തിന്മേലും സർവഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതികളുടെ മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. ഇത് പകൽ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. ഇന്ന് പകൽ ചിലത് വീഴും. കഴിഞ്ഞ ആഴ്ചയിൽ പരിശുദ്ധാത്മാവ് തന്ന വചനം, ചില രാത്രികൾ ഉറക്കമില്ലാതെ വണ്ണം പരിശുദ്ധാത്മാവ് ആ വചനത്തോട് ഇടപെട്ടുകൊണ്ടേയിരുന്നു. കർത്താവ് പറഞ്ഞു, ഈ മാർച്ച് മാസത്തിൽ ആമേൻ, ശത്രുവല്ല നമ്മളെ വാഴുന്നത്, ദൈവജനം ശത്രുവിൻ്റെ മേൽ വാഴ്ച നടത്തും. എല്ലാവർക്കും കത്തിയില്ല. അവൻ പിശാചല്ല ഇനി നമ്മളെ വാഴാൻ പോകുന്നേ, ഇനി നമ്മൾ വാഴാൻ പോവാ. ഈ മാർച്ച് മാസത്തിൽ അവൻ്റെ വാഴ്ചകൾ വീഴാൻ പോവാ. അവൻ്റെ വാഴ്ച വീഴും, അവൻ്റെ മേൽ നമ്മൾ വാഴും. അവൻ നമ്മൾ കൽപ്പിക്കും, നമ്മൾ പറയും, അത് സംഭവിക്കും. ഇന്ന് പകൽക്കാലം ഒരു അധികാരത്തിന്റെ ശുശ്രൂഷ ദൈവം നമ്മുടെ മേൽ വെളിപ്പെടുത്താൻ പോവാം. ഓ താങ്ക് യു ലോർഡ്. കഴിഞ്ഞ ആഴ്ച വചനം ഇങ്ങനെ വായിച്ചു. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. യേശുവിൻ്റെ അടുക്കൽ ഭൂതഗ്രസ്തന്മാർ വന്നിട്ട് വിളിച്ചു പറയുക, യേശുവേ, ദയാമേൻ, ദൈവപുത്ര, ഞങ്ങൾക്ക് നിനക്കും തമ്മിൽ എന്ത്? സമയത്തിന് മുൻപേ ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ. ഈ സമയമാണ് പ്രശ്നം. സമയം ഉണ്ടെങ്കിൽ പിശാച് വെളിപ്പെടും. പിശാചിന് ഈ ഭൂമിയിൽ ഒരു സമയമുണ്ട്. ആമേൻ. അവൻ്റെ സമയത്തിനകത്ത് അവൻ പറയാൻ, ഞങ്ങളെ ദണ്ഡിപ്പിക്കരുത്, ഞങ്ങൾ ദണ്ഡിപ്പിക്കാൻ വന്നവരാ. പിശാച് പറയാൻ, ഞങ്ങളാണ് ദണ്ഡിപ്പിക്കുന്നവർ, കർത്താവെ ഞങ്ങളെ എന്ത് ചെയ്യരുത്, ഞങ്ങളെ ദണ്ഡിപ്പിക്കരുത്. കാരണം ഈവൻ ഒരുവന്റെ മേൽ വന്നപ്പോൾ എന്താ സംഭവിച്ചേ? ഹല്ലേലൂയ. അവൻ വസ്ത്രം പറിച്ച് കളയുന്നു, ശരീരത്തെ ആമേൻ, സ്തോത്രം, മുറിവേൽപ്പിക്കുന്നു, മറ്റുള്ളവരെ ഭീതിപ്പെടുത്തുന്നു. ആരുടെ കയ്യിലും അവൻ ഒതുങ്ങുന്നില്ല, ചങ്ങലയ്ക്ക് ഒതുങ്ങുന്നില്ല, വിലങ്ങിന് ഒതുങ്ങുന്നില്ല. ആമേൻ, സ്തോത്രം. അവൻ പറയും, ഇതെൻ്റെ സമയമാ, എന്നെ ചങ്ങല ഇടാൻ ആർക്കും പറ്റത്തില്ല. ആമേൻ, സ്തോത്രം. അവൻ ഈ സൂര്യൻ്റെ കീഴിൽ, ഈ സൂര്യൻ നിലനിൽക്കുന്നിടത്തോളം കാലം സമയമുണ്ട്. ആ സമയത്തിൻ്റെ കീഴിൽ ഞാൻ പലതും ചെയ്യും. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം നമുക്ക് രക്ഷപ്പെടാൻ ഒറ്റ വഴിയുള്ളൂ, ഈ സമയത്തെ ഇല്ലാതെയാക്കണം. ഈ സൂര്യൻ്റെ സമയത്തെ എന്ത് ചെയ്യണം? സമയത്തെ ഇല്ലാതാക്കണം. Glory to God. അതെങ്ങനെ ഈ സൂര്യൻ്റെ സമയത്തെ ഇല്ലാതാക്കുന്നേ? ഇന്ന് പകൽ ഒരൊറ്റ ദൂത് പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് ആരാധിച്ച് ഇന്ന് പകൽ ആമേൻ, സ്തോത്രം, ഇന്നലകളിൽ നമ്മളെ വാണതിനെ നമ്മൾ വാഴാൻ പോവാം. എനിക്കറിയാം ഇന്ന് പകൽ ഒരു അധികാരത്തിൻ്റെ പകർച്ച ഇന്ന് പകൽ ഇതിനകത്ത് ദൈവം കൈമാറും. ഇനി ആരും കരയത്തില്ല, ഇനി കൽപ്പിക്കും. പിശാച ഇനി വേറെ ആളെ നോക്ക്, നടക്കുകയില്ല. വചനത്തിൻ്റെ വെളിപ്പെട്ടാൽ പിശാചിന് നിൽക്കാൻ പറ്റുകയില്ല. ഇന്നലകളിൽ അവൻ മറ പിടിച്ച് നിന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ പറയുന്നു, അവൻ്റെ മറ പൊളിക്കാനാണ് ഇന്ന് നിൽക്കുന്നത്. ഇന്ന് പകൽ നമ്മൾ വന്നത് എന്തിനാ? അവൻ്റെ മറയെ പൊളിക്കാനാ. അവൻ്റെ മറ പൊളിക്കും. സ്തോത്രം. മോളിങ് വന്നേ, ബെന്നിറ്റ് ഗ്ലാഡിവിന് വന്നേ. കർത്താവ് എല്ലാം ഈ ശിഷ്യന്മാരോട് പറഞ്ഞതെല്ലാം ഉപമകളായിട്ടാ പറഞ്ഞേ. എന്തിനാണെന്നറിയോ? ചില കാര്യങ്ങൾ ഉപമകളായി പറഞ്ഞാൽ എന്ത് ചെയ്യുള്ളൂ? ഇത് രണ്ട് സൂര്യനാണ്. ഇതൊരു സൂര്യൻ,
ഇത് പകലെ അവൻ്റെ സമയത്തെ പൊളിക്കാൻ പോവാം. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. സ്തോത്രം. ഈ സൂര്യൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇത് SUN സണ്ണാണ്. SUN സണ്ണാണ്. പക്ഷെ ഈ സൂര്യന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് SON സണ്ണാണ്. രണ്ടും സണ്ണാണ്. പക്ഷെ ഈ സൂര്യൻ്റെ പ്രകാശത്തിനൊരു പരിധിയുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ സൂര്യൻ ഭൂമിയുടെ വെളിച്ചമാണ്. ഈ സൂര്യൻ ലോകത്തിൻ്റെ ഈ സൂര്യൻ ആരാ? ലോകത്തിൻ്റെ വെളിച്ചം. ഈ സൂര്യൻ ഭൂമിയുടെ വെളിച്ചം. ഈ ഭൂമിയുടെ വെളിച്ചത്തിന് ഒരു പ്രത്യേകത, 12 മണിക്കൂറെ പ്രകാശിക്കാൻ പറ്റുള്ളൂ. അത് ഈ ഭൂമിയിൽ മാത്രമേ പ്രകാശിക്കൂ. പക്ഷേ ഈ സണ്ണിൻ്റെ പ്രത്യേകത സ്വർലോകത്തിലും ഭൂലോകത്തിലും അധോലോകത്തിലും ഇത് പരിമിതിയില്ല. ഇതിന്റെ വെളിച്ചത്തിന് പരിമിതിയില്ല. അൺലിമിറ്റഡ്. ഇത് ഒരേ സമയം സ്വർലോകത്തിലും ഒരേ സമയം ഭൂലോകത്തിലും ഒരേ സമയം അധോലോകത്തിലും പ്രകാശിക്കുവാൻ കഴിയുന്ന ലോകത്തിന്റെ വെളിച്ചം. ഇത് ഭൂമിയുടെ വെളിച്ചം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ പിശാച് എവിടെ, ഏത് സൂര്യന്റെ കീഴിലാണ് നിൽക്കുന്നത്? പിശാച് നിൽക്കുന്നത് ഈ സൂര്യന്റെ വെളിച്ചത്തിലാണ്. ഇവൻ ഈ സൂര്യന്റെ വെളിച്ചത്തിൽ എന്ന് പറയാ, ഇതെന്റെ സമയമാ. ഇത് കർത്താവെ ഞങ്ങളെ ദണ്ഡിപ്പിക്കരുത്, ഇത് ഞങ്ങളുടെ സമയം. ഞങ്ങൾ ദണ്ഡിപ്പിക്കും, ഇത് ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കും, ഞങ്ങൾ പ്രതികൂല അഴിച്ചുവിടും, ഞങ്ങൾ കൊലപാതകം ചെയ്യും. കാരണം ഈ സൂര്യന്റെ വെളിച്ചം എത്ര നാൾ നിൽക്കുവോ അത്ര നാൾ ഞങ്ങളുടെ സമയമാണ്. പക്ഷെ ഈ സൂര്യൻ ഒരു പ്രത്യേകതയുണ്ട്. ഈ സൂര്യൻ അസ്തമിക്കാത്ത സൂര്യനാണ്. ഓ ജീസസ്. ഈ സൂര്യൻ അസ്തമിക്കത്തില്ല. പക്ഷെ ഇത് 12 മണിക്കൂർ വെളിച്ചം തന്നാൽ പിന്നെ എന്ത് ചെയ്യും? പിന്നെ കാണാൻ പറ്റുകയില്ല. അപ്പോ ഇന്ന് പകൽ രക്ഷിക്കപ്പെട്ട ദൈവ പൈതൽ, നിങ്ങൾ ഏത് സൂര്യന്റെ കീഴിലാണ് നിങ്ങൾ പാർക്കുന്നത്? ഈ സൂര്യന്റെ കീഴിലാണോ? ഈ സൂര്യന്റെ കീഴിലാണോ? ഇന്ന് പകൽ ഇത് തിരിച്ചറിയാതെ പോകരുത്. ഈ സൂര്യന്റെ കീഴിൽ പ്രത്യേകത എന്താണെന്നറിയോ? ആൻറ്റി ഒരു വചനം വായിച്ചേ. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം വായിച്ചേ. ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിപ്പീൻ. ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം. പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് അറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. കണ്ടോ, ഇവിടെ പറയാ, പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് അവൻ മഹാക്രോധത്തോടെ എവിടെ ഇറങ്ങി വന്നിരിക്കുന്നേ? ഈ സൂര്യന്റെ കീഴിൽ വന്ന് നിൽക്കുക. അവൻ മഹാക്രോധത്തോടെ ഈ സൂര്യന്റെ കീഴിൽ ഇറങ്ങി വന്നിട്ട് അവൻ ഒരു വാക്യം കൂടെ വെച്ചേ. 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. നിർമ്മതരായിരിപ്പീൻ, ആമേൻ, ഉണർന്നിരിപ്പീൻ. ആമേൻ. കർത്താവ് പറയാ, ഈ സൂര്യന്റെ കീഴിൽ മഹാക്രോധത്തോടെ സാത്താൻ ഇറങ്ങി വന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവസഭയോട് പറയുക, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നിർമ്മതരായിരിക്കണം. 2, നിങ്ങൾ ഉണർന്നിരിക്കണം. സ്തോത്രം. 1, നിർമ്മതരായിരിക്കണം. ഹല്ലേലൂയ. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഉണർന്നിരിക്കണം. സ്തോത്രം. എല്ലാവരും ഉണർന്നിരിക്കണം. സ്തോത്രം. എല്ലാവരും എന്ത് ചെയ്യണം? സ്തോത്രം. എന്തിനാ ഉണർന്നിരിക്കാൻ പറഞ്ഞേ? ഈ സൂര്യന്റെ കീഴിൽ മഹാക്രോധത്തോടെ ഒരുവൻ വന്നിട്ട്, അടുത്ത വാക്യം വായിച്ചാൻറ്റി.
നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച്. കണ്ടോ, ഇവൻ മഹാക്രോധത്തോടെ ഇറങ്ങി വന്ന ഈ ആമേൻ ഹല്ലേലൂയ സാത്താനെ കുറിച്ച് പറയാ, ഈ നിങ്ങളുടെ പ്രതിയോഗിയായിരിക്കുന്ന സാത്താൻ അലറുന്ന സിംഹം എന്ന പോലെ. കണ്ടോ, അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞ് തിരഞ്ഞു ചുറ്റി നടക്കും. അയ്യോ, ഇവൻ ഇങ്ങനെ ചുറ്റി നടക്കുകയാ. ഹല്ലേലൂയ. ഇവൻ ആരെ വിഴുങ്ങണ്ടു എന്ന് പറഞ്ഞ് ഈ സൂര്യന് ചുറ്റിലും ഇവൻ ആമേൻ അന്വേഷിച്ചുകൊണ്ട് നടക്കുക. എന്തിനെന്നറിയോ, ഈ സൂര്യന്റെ കീഴിൽ ആരെങ്കിലും ആമേൻ സ്വത്രം ഇരിക്കുന്നെങ്കിൽ അവരെ നോക്കി ഇവൻ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാ. ഇവൻ നോക്കുന്നത് അംബാനിയല്ല നോക്കുന്നത്, ഇവിടുത്തെ കോടീശ്വരന്മാരെ അല്ല ഇവൻ നോക്കുന്നത്. ഇവൻ നോക്കുന്നത് ഈ സൂര്യന്റെ കീഴിൽ അവൻ രക്ഷിക്കപ്പെട്ട ആരെങ്കിലും ഉണ്ടോന്ന് അവൻ നോക്കിക്കൊണ്ട് നടക്കുന്നേ. ഓ ഹല്ലേലൂയ. പക്ഷെ ഇവൻ ഇങ്ങനെ ചുറ്റി തിരിഞ്ഞ് നടന്നിട്ട് ആരെയും കാണുന്നില്ല. കാരണം ദൈവമക്കളെല്ലാം ഈ സൂര്യന്റെ കീഴിലാണ്. പക്ഷെ ഈ സൂര്യന്റെ കീഴിൽ അവന് വരാൻ പറ്റുകയില്ല, ഇവിടെ ചുറ്റാൻ പറ്റുകയില്ല. കാരണം എന്തെന്നറിയാമോ, ഈ പ്രകാശം എന്ന് പറയുന്നത് സാധാരണ വെളിച്ചമല്ല, ഇത് ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം. ഈ വെളിച്ചത്തിന്റെ മുമ്പിൽ അവന് വരാൻ പറ്റുകയില്ല, ഈ വെളിച്ചത്തിന്റെ മുമ്പിൽ അവന് നിൽക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് അവന് ഇവിടെ ചുറ്റി തിരിയാൻ പറ്റുകയില്ല. അവൻ ഈ സൂര്യന്റെ ചുറ്റിലും അവൻ ചുറ്റി തിരിഞ്ഞുകൊണ്ട് നിൽക്കുകയാ. ആരെങ്കിലും ഉണ്ടോ ഇവനിങ്ങനെ ചുറ്റി തിരിയുക? ആരെയും കിട്ടുന്നില്ല. ഒരു ദിവസം പരിശുദ്ധാത്മാവ് പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, നീ മേശമേൽ ശുശ്രൂഷിക്കാൻ 7 പേരെ തിരഞ്ഞെടുക്കണം. ഈ 7 പേരെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. സ്തോത്രം, നീ തിരഞ്ഞെടുക്കുമ്പോൾ ആത്മാവും ജ്ഞാനവും നല്ല സാക്ഷ്യമുള്ള 7 പേരെ ചെയ്യണം. 1 ആത്മാവ് വേണം, 2 ജ്ഞാനമുള്ളവരായിരിക്കണം, 3 നല്ല സാക്ഷ്യമുള്ളവരായിരിക്കണം. സ്തോത്രം, ഈ 7 പേരെ തിരഞ്ഞെടുത്തു. 7 പേരുടെ മേൽ അപ്പോസ്തലന്മാർ കൈവച്ചു പ്രാർത്ഥിച്ചു, അവരെ അഭിഷേകം ചെയ്തു. ഒരു പ്രശ്നമില്ല. പിറ്റേ ആഴ്ച മുതൽ 7 പേരും വന്നു, സഭയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു, ശുശ്രൂഷ നടത്തി, എല്ലാ കാര്യങ്ങളും ചെയ്തു. ഒരു പ്രശ്നമില്ല. പക്ഷെ അതിൽ ചിലരെ ദൈവം ഉപയോഗിക്കാൻ തുടങ്ങി. ഫിലിപ്പോസിനെ ദൈവം ഉപയോഗിക്കാൻ തുടങ്ങി, സ്തെഫാനോസിനെ ദൈവം ഉപയോഗിക്കാൻ തുടങ്ങി. സ്തെഫാനോസിനെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ സ്വത്രം പിശാച് ഇളകി. ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞ നീ അന്യഭാഷ പറഞ്ഞു കൊടുത്ത ഒരു പ്രശ്നവുമില്ല, നിനക്ക് നല്ല സാക്ഷിയുണ്ട്, ഒരു പ്രശ്നമില്ല. പക്ഷെ ഇന്ന് പകൽക്കാലം കർത്താവ് നിന്നെ കരങ്ങളിൽ എടുക്കാൻ തുടങ്ങിയാൽ പിന്നെ പിശാചിന് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്ന ദൈവകുഞ്ഞ്, നിനക്ക് പോരാട്ടമുണ്ടോ, നിനക്ക് പ്രശ്നങ്ങളുണ്ടോ, നിനക്ക് പ്രതികൂലമുണ്ടോ, ഇന്ന് പകൽക്കാലം നീ ഓർത്തോ, ഇന്ന് പകൽ ദൈവം നിന്നെ കരങ്ങളിൽ എടുത്തു. നിന്നിൽ ചില ദൈവപ്രവൃത്തിയുണ്ട്, നിന്നിൽ ചില ദൈവമഹത്വം വെളിപ്പെടുവാനുണ്ട്. അതുകൊണ്ട് നിനക്ക് പോരാട്ടം, നിനക്ക് പ്രശ്നം വരുന്നത്. ഹല്ലേലൂയ. പക്ഷേ സ്തോത്രം, സ്തെഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിന്റെ ഇടയിൽ എന്ത് ചെയ്തു? സ്തോത്രം, ശക്തിയോടെ ദൈവത്തിന് മഹത്വത്താൽ വെളിപ്പെടാൻ തുടങ്ങി. അവന്റെ മേൽ ഈ സൂര്യൻ അങ്ങ് പ്രകാശിച്ചു. ഈ വെളിച്ചത്തിന്റെ കീഴിൽ അവൻ ശുശ്രൂഷിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ നിന്ന് ഒരുത്തൻ ചുറ്റി സഞ്ചരിച്ചു. അവൻ നോക്കിയപ്പോൾ ഇവിടെ ഇതാ സ്തെഫാനോസ് പ്രസംഗിക്കുന്നു, രോഗികൾ സൗഖ്യമാകുന്നു, ഭൂതങ്ങൾ വിട്ടുപോകുന്നു, ജനം യേശുവിലേക്ക് കടന്നു വരുന്നു. ഇത് കണ്ടപ്പോൾ ഇവിടെ ചുറ്റി നടന്നവന് ഇവനെ തൊടാൻ പറ്റുകയില്ല. ഇന്ന് പകൽക്കാലം ക്രിസ്തുവിൽ ഉള്ളവനെ പിശാച് നിനക്ക് തൊടാൻ പറ്റുകയില്ല. യേശു ക്രിസ്തുവിൽ വസിക്കുന്നവൻ ഒരുവൻ എന്നിലും ഞാൻ അവനിലും വസിച്ചാൽ അവനെ തൊടാൻ ഒരു അന്ധകാര ശക്തിക്കും കഴിയുകയില്ല. പട്ടണം ഇളകി വന്നാലും തൊടാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. ഇവനെ തൊടാൻ പറ്റുകയില്ല. സ്തോത്രം. അപ്പോൾ അവൻ അവിടെ നോക്കി, ഈ സൂര്യന്റെ കീഴിൽ സ്തോത്രം മേശയിട്ടിരിക്കുന്ന സ്തോത്രം മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ഒരു കൂട്ടം പേരെ കണ്ടു. അവരുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു,
അതുകൊണ്ട് അവൻ ആ സ്തേഫാനോസ് ഉണ്ടല്ലോ, അവൻ നമ്മുടെ പട്ടണത്തെ കലക്കുക. അവൻ നമുക്ക് ദൈവം തന്ന മോശയുടെ ശുശ്രൂഷയെ മറിച്ച് കളഞ്ഞിട്ട് ആ നസറേയനായ യേശുവില്ലേ അവൻ്റെ ഉപദേശത്തെ കൊണ്ടുവന്ന് ഇവിടെ കലക്കുക. ആമേൻ സ്തോത്രം. ആമേൻ. പുരോഹിതന്മാർ പറഞ്ഞു, അങ്ങനെയാണോ? ആമേൻ. നമ്മുടെ മോശയ്ക്ക് കൊടുത്ത ന്യായപ്രമാണത്തിന് വിരോധമായിട്ട് അവൻ സംസാരിച്ചോ? ആമേൻ സ്തോത്രം. എന്നാൽ അവനെ എന്ത് ചെയ്യണ്ട? പുരോഹിതന്മാർക്ക് അങ്ങ് ശൗര്യം കൂടി. എന്താ പുരോഹിതന്മാർക്ക് ശൗര്യം കൂടാൻ കാരണം? ആമേൻ സ്തോത്രം. ഈ ആമേൻ സ്തോത്രം ദേവാലയത്തിനകത്ത് ആമേൻ യാഗം നടന്നാലേ ഇവരുടെ ബിസിനസ് നടക്കത്തുള്ളൂ. ആമേൻ സ്തോത്രം. ആലയത്തിനകത്ത് ആമേൻ കാളയും ആടും ആമേൻ സ്തോത്രം പ്രാവിനെയൊക്കെ കൊണ്ടുവന്ന് ബിസിനസ് ചെയ്യുന്ന അച്ചാച്ചന്മാർക്ക് ഇത് പിടിച്ചില്ല. ഹല്ലേലൂയ. ആമേൻ. ഈ ബിസിനസ്സുകാർക്ക് പറ്റിയ പരിപാടിയല്ല. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ഈ പിശാച് ഇവരുടെ അകത്ത് കയറി ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഈ സ്തെഫാനോസിനെ പിടിച്ചു കൊണ്ടുവന്ന് ആമേൻ സ്തോത്രം ന്യായാധിപ സംഘത്തിന് മുമ്പ് നിർത്തിയിട്ട് ചോദിച്ചു, ആമേൻ മോശയുടെ ന്യായപ്രമാണത്തെ മറിച്ച് കളഞ്ഞോ? ഹല്ലേലൂയ. ആമേൻ. ഈ സംഘത്തിൽ ഇരുന്നവരെല്ലാം ആമേൻ സ്തോത്രം സ്തെഫാനോസിനെ ആമേൻ ഉറ്റുനോക്കി. ഇവർ ഉറ്റുനോക്കുമ്പോൾ സ്തെഫാനോസിന്റെ മുഖം ഒരു ദൈവദൂതനെ പോലെ പ്രകാശിച്ചു. പിശാച് നോക്കിയാൽ ദൈവകുഞ്ഞെ നിന്റെ മുഖത്ത് കാണേണ്ടത് ആമേൻ ദൈവത്തിന്റെ തേജസ്. ഇന്ന് പകൽ നിന്നെ പിശാച് നോക്കുമ്പോൾ നിന്റെ മുഖം തേജസ് കൊണ്ട് നിറഞ്ഞിരിക്കണം. ഹല്ലേലൂയ. പിശാചിന്റെ കോട്ട പൊളിയണം. ആമേൻ. അവനെ നോക്കിയപ്പോൾ അവന്റെ മുഖം ഒരു ദൈവദൂതനെ പോലെ. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ദൈവകുഞ്ഞെ നിങ്ങളെ നോക്കിയാൽ, ഹല്ലേലൂയ, ആമേൻ സ്തോത്രം, സ്വർഗം നോക്കിയാൽ നിങ്ങളുടെ മുഖത്ത് തേജസ്സാ. ഇന്ന് പകൽ ദൈവം നിങ്ങളെ കാണുന്ന തേജസ്സായിട്ടാ. ഹല്ലേലൂയ. അപ്പോ ഇവർക്ക് മനസ്സിലായി. അവൻ ഇവനോട് സംസാരിച്ചു. അവൻ ശത്രു അവന് വിരോധമായി എഴുന്നേറ്റപ്പോൾ ആമേൻ സ്തോത്രം പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ വെളിപ്പെട്ടു. പരിശുദ്ധാത്മാവ് വെളിപ്പെട്ടിട്ട് പുരോഹിതന്മാരോട് വായി തുറന്ന് സംസാരിക്കാൻ തുടങ്ങി. അബ്രഹാം മുതൽ ദൈവം ചെയ്ത അത്ഭുത പ്രവർത്തികളെ ആമേൻ സ്തോത്രം ഇവരോട് പറഞ്ഞ് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞ് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് നിർത്തിയിട്ട് അവരോട് പറഞ്ഞു, ആമേൻ സ്തോത്രം ഹല്ലേലൂയ, ഞങ്ങളുടെ പിതാക്കന്മാരെ എല്ലാം നിങ്ങൾ കൊന്നു കളഞ്ഞു, നിങ്ങൾ ഉപദ്രവിച്ചു. ആരെയാ നിങ്ങൾ വെറുതെ വിട്ടത്? ആമേൻ സ്തോത്രം. ഇന്ന് ആമേൻ ഞങ്ങളെയും വെറുതെ വിടത്തില്ല. അറിയാം. ആമേൻ. ഇത് പറയുമ്പോൾ ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നു, അവർ കോപപരവശരായി. അപ്പൊ ഈ സൂര്യന്റെ കീഴിൽ നിൽക്കുന്നവർ എന്ത് ചെയ്തു? ഈ സൂര്യന്റെ കീഴിലേ ഉള്ളൂ കോപം. ഈ സൂര്യന്റെ ആമേൻ അടുക്കൽ കയറിയാലോ? ഉണ്ടോ? കോപിക്കാൻ പറ്റുമോ? അപ്പൊ നമ്മൾ കോപിക്കുന്നതിന്റെ കാരണം എന്താ? നമ്മൾ ഏത് സൂര്യന്റെ കീഴിലായിരിക്കുന്നത്? ഇന്ന് പകൽ ചേഞ്ച് ചെയ്തേ പറ്റൂ. നമ്മൾ ഇവിടെ അല്ല ഇരിക്കേണ്ട. ഈ സൂര്യന്റെ കീഴിലല്ല നമ്മൾ ഇരിക്കേണ്ട. ഇവിടെ ഇരുന്നാൽ നമുക്ക് ദേഷ്യം, പല്ലിൻ്റെ അറ്റമൊക്കെ പൊട്ടി. സ്തോത്ര ഹല്ലേലൂയ. വെച്ച പല്ലാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. ഈ സൂര്യന്റെ കീഴിൽ നിന്ന് അവർ പല്ല് കടിച്ച് അവർ കോപപരവശരായി. പക്ഷെ ഈ സൂര്യന്റെ കീഴിൽ നിന്ന് സ്തെഫാനോസ് എന്ത് ചെയ്തെന്നറിയോ? അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. ക്രിസ്തുവിൽ നിൽക്കുന്നവന് കോപമല്ല. പ്രതിയോഗി നിനക്ക് വിരോധമായി എഴുന്നേറ്റ് നിന്നെ തകർക്കാൻ വരുമ്പോൾ നീ തിരിച്ചു കോപപ്പെടുകയല്ല, നീ തിരിച്ചു പ്രതികാരം ചെയ്യുകയല്ല. അവൻ നീ ആത്മാവ് നിറഞ്ഞവനായി മാറും. ഇന്ന് പകൽ നീ ആത്മാവിൽ നിറയുന്നവനായി മാറണം. നിനക്ക് വിരോധം കൂടുമ്പോൾ, നിനക്ക് ശത്രു വിരോധമായി എഴുന്നേൽക്കുമ്പോൾ നീ പ്രാർത്ഥിക്കാതിരിക്കുകയല്ല, നീ ആരാധിക്കാതിരിക്കുകയല്ല, നീ ആത്മാവിൽ നിറയണം. ആമേൻ. അവർ കല്ല് കയ്യിലെടുത്തു. കല്ല് കയ്യിലെടുത്തിട്ടും സ്തെഫാനോസിന്റെ തേജസ് മുഖത്തിൽ നിന്ന് മാറിയില്ല.
ഇന്ന് പകല് ദൈവകുഞ്ഞൻ നിനക്ക് വിരോധമായി ആരെല്ലാം കല്ലെടുത്താലും നിന്റെ മുഖത്തിന്റെ തേജസ് അവൻ മാറരുത്. ഇന്ന് പകൽക്കാലം നീ നേരെ നിൽക്ക. ഇന്ന് പകൽക്കാലം ചില ദൈവ പ്രവൃത്തി നീ കാണും. പിശാച് നിന്റെ കുടുംബത്തിനകത്ത് ഇനി വാഴ്ച നടത്തരുത്. ഹല്ലേലൂയ. അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി മാറി. ആമേൻ. പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചേ? ആമേൻ. ഈ സൂര്യന്റെ കീഴിൽ നിന്നവനെ ആമേൻ സ്വത്ര കല്ലെറിയുവാൻ അവൻ ഓടി വന്ന് അവനെ പട്ടണത്തിന് പുറത്ത് വലിച്ചഴച്ചിട്ട് അവരെ കല്ലെടുത്തെറിഞ്ഞു. ആമേൻ. അപ്പോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ എന്താ ചെയ്തേ? പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ അവൻ മുട്ടുകുത്തി സ്വർഗത്തിലേക്ക് നോക്കി. ഒറ്റ പ്രാർത്ഥന, കർത്താവേ, ഈ പാപം ഈ തലമുറമേൽ നീ നിർത്തരുതേ. ഈ പാപം ഇവരോട് കണക്കിടരുത്. ഇന്ന് പകൽ ഞാൻ പറയും, അവൻ ഈ സൂര്യന്റെ കീഴിൽ നിൽക്കുന്നവനെ എറിഞ്ഞാൽ അവൻ തിരിച്ചറിയുകയല്ല, അവൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കും. കർത്താവേ, ഈ എറിയുന്നവനും ഈ എറിയിച്ചവനും അവൻ അടുത്ത ദിവസം അവൻ സ്നാനപ്പെട്ട് ഇവർ ഈ പുസ്തകം എടുക്കാൻ ഈ ദൈവകൃപയിലാകാൻ കൃപ ചെയ്യണം. ഹല്ലേലൂയ. 7-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ അവസാനത്തിൽ ഒരുവൻ മുട്ടുമടക്കി ഇവർ എറിഞ്ഞവന് വേണ്ടി പ്രാർത്ഥിച്ചു. 9-ാം അധ്യായം എത്തിയപ്പോൾ 9-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യം വായിക്കുമ്പോൾ ഹല്ലേലൂയ, എറിയിപ്പിച്ചവൻ മുട്ടുമടക്കി. ഹല്ലേലൂയ. എറിയിപ്പിച്ച പൗലോസാ 9-ാം അധ്യായത്തെ മുട്ടുമടക്കി. ഇന്ന് പകൽ ദൈവകുഞ്ഞൻ നിന്നെ ആരെങ്കിലും എറിഞ്ഞാൽ ആമേൻ സ്തോത്രം, നീ തിരിച്ചറിയാൻ നിൽക്കണ്ട. നീ പ്രാർത്ഥിച്ചോ, നീ മുഴങ്ങാലും മടക്കി പ്രാർത്ഥിച്ചോ. നിന്റെ മുമ്പിൽ അവനെ ദൈവം മുട്ടുമടക്കിക്കും. അവൻ എത്ര ശക്തിയുള്ളവനായാലും, അവൻ ഏത് കുതിരപ്പുറത്ത് വരുന്നവനായാലും, അവൻ എത്ര അധികാരമുണ്ടെങ്കിലും, എത്ര പണമുണ്ടെങ്കിലും, ഇന്ന് പകൽക്കാലം ആത്മാവ് പറയുന്നു, അവൻ നിന്റെ മുമ്പിൽ മുട്ടുമടക്കും. സ്തോത്രം. മുട്ടുമടക്കും. പക്ഷെ അതിനു മുമ്പ് നമ്മൾ മുട്ടുമടക്കണം. പകരത്തിന് പകരം പറയാൻ നിൽക്കണ്ട. ഹല്ലേലൂയ. പകരത്തിന് പകരം പറയാൻ നിൽക്കണ്ടെന്ന് ദൈവം പ്രവർത്തിക്കുകയല്ല. മുട്ടുമടക്കി. ഓക്കെ, മുട്ടുമടക്കി. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. സാത്താൻ മിന്നൽ പോലെ വീഴുന്നത് കാണും. സാത്താൻ മിന്നൽ പോലെ, ആമേൻ സ്തോത്രം, ദൈവകുഞ്ഞൻ നിനക്ക് നേരെ നിൽക്കുന്ന ശക്തികൾ മിന്നൽ പോലെ നിന്റെ മുമ്പിൽ വീഴും. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഈ സൂര്യന്റെ കീഴിൽ ഇവൻ ഇങ്ങനെ ചുറ്റി ആമേൻ സഞ്ചരിച്ചു കൊണ്ട് നിൽക്കാം. പിശാച് ഈ സൂര്യന്റെ കീഴിൽ ഇങ്ങനെ ആളെ പിടിക്കാൻ നടക്കാം. ആരും ഈ സൂര്യന്റെ കീഴിൽ എന്ത് ചെയ്യരുത്? ആരും ഈ സൂര്യന്റെ കീഴിൽ പോയി നിൽക്കരുത്. ഇന്ന് പകൽ ഈ സൂര്യനെ കൊണ്ടുവേണം പോകാൻ. എവിടെ പോയാലും ഈ സൂര്യനെ കൊണ്ടുപോകണം. ഈ സൂര്യന്റെ പ്രത്യേകത ഞാൻ പറയാം. ഈ സൂര്യന്റെ പ്രത്യേകത, ഒരു കൂട്ടം പേർ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നു. ഇവരെ തകർക്കാൻ മഹാപുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് അധികാരപത്രം വാങ്ങിച്ചുകൊണ്ട് ഒരുവൻ പുറപ്പെട്ടു. ഇവൻ മാത്രമല്ല, ഇവൻ്റെ കൂടെ ഒരു കൂട്ടരുണ്ട്. ഇവരെ പിടിച്ചു കെട്ടി യെരുശലേമിൽ കൊണ്ടുപോയി അവരെ അടിക്കുവാനും തല്ലുവാനും ജയിലിലിടുവാനും കൊല്ലുവാനും ഒക്കെ മഹാപുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് അധികാരപത്രം വാങ്ങിച്ച് അവൻ കുതിരപ്പുറത്ത് അങ്ങനെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ വരികയാണ്. അവൻ ഇവൻ കുതിരപ്പുറത്ത് വരുമ്പോൾ ആമേൻ സ്തോത്രം, ഇവൻ്റെ ഹൃദയത്തിനകത്തൊരു അഹങ്കാരമുണ്ട്. ആമേൻ, എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. ഇവൻ ദമസ്കോസിന്റെ പടിവാതിൽക്കലെത്തിയപ്പോൾ, ആ ഭാഗം ഒന്ന് വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം ഒന്ന് വായിച്ചേ. അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. അവൻ നിലത്ത് വീണു. യെസ്, മതി. ശ്രദ്ധിക്കണേ, ഇവൻ ഏത് സൂര്യന്റെ കീഴിലാ വരുന്നേ? ഭൂമിയിലുള്ള സൂര്യന്റെ കീഴിൽ ഇവൻ വരിക ആരെ ഉപദ്രവിക്കാൻ? ദൈവ തേജസ് പ്രാപിച്ചവരെ ഉപദ്രവിക്കാൻ. ഇവൻ ഇങ്ങനെ വരുമ്പോൾ
എന്ത് ചെയ്തു? അവിടെ ഇങ്ങനെ പെട്ടെന്ന് ആകാശത്തിൽ നിന്ന് ഒരു വെളിച്ചം അവനെ എന്ത് ചെയ്തു? അവനൊന്ന് ചുറ്റുമിന്നി. നമുക്കറിയാം ഈ ആകാശത്ത് നിന്ന് ഏത് സമയത്താണെന്നറിയോ ഈ പ്രകാശം അവനെ ചുറ്റുമിന്നിയെ? ഏത് സമയത്താണെന്നറിയോ? അപ്പോസ്തല പ്രവൃത്തി 22-ാം വായിച്ചേ. അങ്ങനെ പ്രയാണം ചെയ്ത് ദമസ്കോസിനോട് അടുത്തപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് കണ്ടോ, സൂര്യൻ ശക്തിയോടെ പ്രകാശിച്ച് നിൽക്കുന്ന ഉച്ച സമയത്ത് എടാ ഈ സൂര്യനെ വെല്ലുന്നൊരു വെളിച്ചം. കണ്ടോ, ഈ സൂര്യന്റെ സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന സമയത്ത് വേറൊരു സൂര്യന്റെ വെളിച്ചം ഇവിടെ പ്രകാശിക്കുക. സ്തോത്രം. കണ്ടോ, ഈ ഉച്ച സമയത്ത് സ്തോത്രം ക്രിസ്തുവാകുന്ന ആ സൂര്യൻ എന്ത് ചെയ്തു? ഇവന്റെ മേൽ അടിച്ചൊന്നുമില്ല. പിന്നെ എന്താ ചെയ്തേ? ഒന്ന് മിന്നി. ഈ പ്രകാശം അടിച്ചാലോ? ദൈവമക്കൾക്ക് വിരോധമായി വരുന്ന ഈ പിശാചിന് നേരെ ദൈവം എന്ത് ചെയ്തു? ദൈവത്തിന്റെ പ്രകാശം മിന്നി. കണ്ണടയ്ക്കും പോലെ ഒരു മിന്നൽ. അവൻ എന്ത് ചെയ്തു? ഇന്ന് പകൽ ദൈവ കുഞ്ഞ നിങ്ങളുടെ മേലിരിക്കുന്ന തേജസ് ഒന്ന് മിന്നിയാൽ മതി. ഒന്ന് മിന്നിയാൽ മതി. ശത്രു എന്ത് ചെയ്യും? ചില അധികാര പത്രങ്ങൾ എന്ത് ചെയ്യും? നിനക്ക് വിരോധമായി എഴുതി വച്ചിരിക്കുന്ന ചില രേഖകൾ ഇന്ന് പകൽക്കാലം നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്, നിന്റെ മേൽ പ്രകാശിക്കുന്ന ക്രിസ്തുവിന്റെ തേജസ് ഒന്ന് മിന്നിയാൽ മതിയെന്ന് ഇന്ന് പകൽക്കാലം ചിലത് വീഴും. നിനക്ക് വിരോധമായി എഴുതി വച്ചിരിക്കുന്ന ചില രേഖകൾ അവൻ ചിലത് വീഴും. ഒന്ന് മിന്നിയതേ ഉള്ളൂ. ഇവൻ എന്ത് ചെയ്തു? നിലത്ത് വീണു. പകല് പറഞ്ഞേ, എൻ്റെ മേൽ ക്രിസ്തു സ്തോത്രം പ്രകാശിച്ചാൽ എനിക്കെതിരെയുള്ള ശത്രു വീഴും. എന്തൊക്കെ എനിക്കെതിരായി നിൽക്കുന്നു, ഹല്ലേലൂയ സ്തോത്രം, എനിക്കറിയില്ല. പരിശുദ്ധാത്മാവ് പറഞ്ഞ ചില കൈരേഖകൾ ദൈവം ഞാൻ നിനക്ക് വിരോധമായി എഴുതി വെച്ചിരിക്കുന്ന ചില രേഖകൾ വീഴും. ഹല്ലേലൂയ. ഇന്ന് പകൽ ചില രേഖകൾ നിലത്ത് വീഴാൻ പോവാ. ഇനി അവർ കൈകൊണ്ടെടുക്കുകയല്ല. ഇനി നിനക്ക് വിരോധമായി ഒരു പേപ്പർ എനിക്കറിയത്തില്ല. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ദൂത് കൈമാറുകയാ. ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്ന ചിലരോട് ആത്മാവ് ദൂത് കൈമാറുകയാ. നിനക്ക് വിരോധമായി എഴുതി വെച്ച രേഖയെ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ തേജസ് അതിനെ എടുത്തു മാറ്റുകയാ. ഇനി അതൊരിക്കലും തിരിച്ചു വരാതെ വണ്ണം ദൈവത്തിന്റെ തേജസ്. ഹല്ലേലൂയ. അധികാരപത്രം പോയി, ഇവൻ വന്ന പൊസിഷൻ പോയി, നിലത്ത് വീണു. സ്തോത്രം. ഞാൻ പറഞ്ഞു ഇന്ന് പകൽ ചിലത് നിലത്ത് വീഴും. എനിക്കറിയാം നാളുകൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർന്നു നിന്ന ചില വെല്ലുവിളികളെ ദൈവം ഇന്ന് പകൽ അതിനെ നിലത്താകും. ഇനി നിനക്ക് നേരെ പാഞ്ഞു വരത്തില്ല, നിനക്ക് നേരെ ഭീഷണി മുഴക്കത്തില്ല. വചനം പറഞ്ഞു, അവൻ ഭീഷണിയും കൊലയും ചെയ്തുകൊണ്ട് തന്റെ ഭക്തന്മാർക്ക് വിരോധമായി വന്നത് ഇതാ വീണ് കിടക്കുകയാ. ഞാൻ പറയുന്നു ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ദൈവമൈതല്, നീ ആത്മാവിൽ എഴുന്നേറ്റാൽ ചിലത് നിന്റെ മുമ്പിൽ വീഴും. നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ, നീ ആരാധിക്കുന്ന വ്യക്തിയാണോ, നിനക്ക് വിരോധമായി വരുന്നത് നിന്റെ വീട്ടിന്റെ പടിവാതിൽക്കൽ കയറത്തില്ല, നിന്റെ കാമ്പൗണ്ടിൽ കയറത്തില്ല. അതിനു മുൻപ് എന്റെ ദൈവത്തിന്റെ തേജസ് അതിനെ അടിക്കും. ചിലതിന്റെ ദൈവം അടിക്കും. ചിലത് വീഴും. ഇന്ന് പകൽക്കാലം ചിലത് വീഴുന്നു.
നാളുകൾ കൊണ്ട് ആമേൻ നിന്നെ ഭീഷണിപ്പെടുത്തിയില്ലേ, നിന്നെ ഭീഷണിപ്പെടുത്തിയില്ലേ, നിനക്കിന് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് ഭീഷണിപ്പെടുത്തിയില്ലേ, ചില രോഗങ്ങൾ നിന്നെ ഭീഷണിപ്പെടുത്തിയില്ലേ, ഹല്ലേലൂയ, ചില വ്യക്തികൾ നിന്നെ ഭീഷണിപ്പെടുത്തിയില്ലേ. ഇന്ന് പകൽക്കാലം എന്റെ കർത്താവ് പറയാ, നിന്നിലൊരു തേജസ് ഞാൻ മറച്ചു വച്ചിട്ടുണ്ട്, നിന്നിലൊരു തേജസ് ഇരിപ്പുണ്ട്. ഇന്ന് പകൽ നിന്നിൽ അത് മിന്നാൻ പോവുകയാ, നിന്നിൽ അത് പ്രകാശിക്കാൻ പോവുകയാ. ഹല്ലേലൂയ. വചനം പറയുന്നു, അനന്യാസിനെ ലക്ഷ്യമിട്ട് വന്ന ആമേൻ സ്തോത്രം പൗലോസ്, ഹല്ലേലൂയ, ആമേൻ അനന്യാസിന്റെ അടുക്കൽ എത്താൻ പറ്റിയില്ല അച്ഛാ. അതിനു മുമ്പ് സ്വർഗം അവനെ അടിച്ചു. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ ഒരു വെളിപ്പാട് പറയാൻ പോവാ. ആമേൻ, പൗലോസ് അനന്യാസിനെ കൈവയ്ക്കാനാ വന്നേ. ആമേൻ, സ്വർഗം പറഞ്ഞു, പൗലോസേ, നീ അല്ല എൻ്റെ ദാസന്റെ മേൽ കൈവയ്ക്കാൻ പോന്നെ, എൻ്റെ ദാസൻ നിന്റെ മേൽ കൈവയ്ക്കും, എൻ്റെ ദാസൻ നിന്റെ മേൽ കൈവയ്ക്കും, നിന്റെ കണ്ണു തുറക്കാൻ നിന്റെ മേൽ കൈവയ്ക്കും. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ ദൂത് കൈമാറുന്നു. ദൈവകുഞ്ഞാൻ നിങ്ങൾ ചിലരുടെ മേൽ നിന്നെ തകർക്കാൻ, നിന്നെ ആമേൻ സ്തോത്രം ഇല്ലായ്മ ചെയ്യാൻ വരുന്ന ചിലതിനെ നീ കൈവയ്ക്കേണ്ടി വരും, നീ പ്രാർത്ഥിക്കേണ്ടി വരും, നീ അവർക്ക് വേണ്ടി ഉപവസിക്കേണ്ടി വരും. ഏറ്റെടുത്തോ. ഇന്ന് പകൽ നിന്റെ കൈ നിനക്ക് വിരോധമായി വരുന്നതിന് നിന്റെ കൈ തൊടും, നിന്റെ കൈ തൊടും, നിന്റെ കൈ തൊടും, നിന്റെ കൈ തൊടും. ഇവരെ ദൈവം നിലത്തിട്ടു. സ്തോത്ര. ഇന്ന് പകൽ ചിലത് നിലത്ത് വീഴും. എന്റെ കർത്താവ് പറഞ്ഞു, ഇന്ന് പകൽ ചിലത് നിലത്ത് വീഴുക. സ്തോത്ര. ഇവൻ വന്നത് അനന്യാസിനും കൂട്ടനെ ലക്ഷ്യമിട്ട. സ്വർഗം അവൻ പറഞ്ഞു, ദമസ്കോസിന്റെ പടിവാതിൽക്ക നീ കയറുകയില്ല. അതിനു മുമ്പ് വെളിച്ചമടിച്ചു. ഇന്ന് പകൽ ഞാൻ പറഞ്ഞു, നിന്റെ അമ്മ ദൈവകുഞ്ഞ്, നിന്റെ വീട്ടിന്റെ പടിവാതിക്കൽ നിന്നെ തകർക്കുന്ന ശത്രു കയറത്തില്ല. ദുഷ്ട ലക്ഷ്യത്തോടുകൂടെ നിന്റെ ഭവനത്തിനകത്ത് കയറത്തില്ല. നിന്റെ പടിവാതിക്കൽ എത്തുന്നതിന് മുമ്പേ ഉയരത്തിന്റെ വെളിച്ചം ആമേൻ ശത്രുവിന്റെ നേരെ അടിച്ചിരിക്കും. ആമേൻ ശത്രുവിന്റെ നേരെ അടിച്ചിരിക്കും. പ്രാർത്ഥിക്കുന്ന ദൈവകുഞ്ഞേ, ഉപവസിക്കുന്ന ദൈവകുഞ്ഞേ, ദൈവസന്നിധി കരയുന്ന ദൈവകുഞ്ഞേ, ഇന്ന് പകൽക്കാലം ആത്മാവ് പറയാ, നിനക്ക് വേണ്ടി ഒരു വെളിച്ചം പ്രകാശിക്കുന്നു. ഇന്ന് പകലിൽ എനിക്കറിയില്ല, എൻ്റെ ഹൃദയത്തിനകത്ത് സ്തോത്ര സന്തോഷം കൊണ്ട് നിറയുന്നു. അല്ല, എവിടെയൊക്കെ ശത്രു വീഴുക. ഞാൻ ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടെ നിങ്ങൾ കൈയടിച്ച് സ്തോത്രം പറയുമ്പോൾ തന്നെ ചില മേഖലയ്ക്കകത്ത് ദൈവാത്മാവ് ചിലതിനെ വീഴിക്കുക, ചിലത് വീഴുന്നത് എനിക്കറിയാം. ഈ ആത്മമണ്ഡലത്തിൽ ഞാനത് തിരിച്ചറിയുകയാ. ദൈവം നിന്റെ ഭാവിയെ വെല്ലുവിളിച്ച്, നിന്റെ കുടുംബത്തെ വെല്ലുവിളിച്ച്, നിന്റെ തലമുറയെ വെല്ലുവിളിച്ച് ആമേ സ്തോത്രം നിന്നെ ആമേ സ്തോത്രം ഹല്ലേലൂയ ലോകത്തിന്റെ മുമ്പിൽ ആമേ സ്തോത്രം ഹല്ലേലൂയ ഒരു കൂത്തുകാഴ്ചയാക്കാൻ നിനക്ക് വിരോധമിട്ട ശത്രു ആമേ ഇന്ന് പകൽക്കാലം ആത്മാവ് പറയുന്നു, നിന്റെ പടിവാതിക്കൽ ഇനി അത് കയറത്തില്ല, ഇനി നിന്റെ കൂടാരത്തിനകത്ത് കയറത്തില്ല, നിന്റെ ഗേറ്റിനകത്ത് ഇനി കയറത്തില്ല. അതിനു മുമ്പേ എന്റെ ദൈവത്തിന്റെ വെളിച്ചം ആമേൻ ആ ഇരുട്ടിന്റെ ശക്തിയെ അടിക്കും അതിനെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വെളിച്ചം പൗലൂസിനെ അടിച്ചത് കൊണ്ട് നമുക്കൊന്നും സംഭവിക്കത്തില്ല. പൗലൂസിന്റെ ജീവിതത്തിൽ വെളിച്ചം അടിച്ചു, അവൻ രക്ഷപ്പെട്ടു. ഇന്ന് പകൽ നമുക്ക് വേണ്ടി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഇതിനകത്തൊരു വെളിച്ചം ആമേൻ സ്തോത്രം പ്രകാശിക്കാൻ പോകുകയാ. ആമേൻ നമുക്ക് വേണ്ടി ഒരു വെളിച്ചം അടിക്കും. ആ വെളിച്ചം പ്രകാശിച്ചാൽ ചിലത് വീഴും. ഇവൻ വീണ് കിടന്നിട്ട് ആമേൻ ഇവൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ അരയിൽ വാള്, കയ്യിൽ അധികാരപത്രം, ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ഒരു കയ്യിൽ അവൻ്റെ വിശ്വാസത്തിൻ്റെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ കടിഞ്ഞാണ്. ഇത് വെച്ചവൻ കുതിച്ചു പായുകയാ. ആമേൻ സ്തോത്രം. പക്ഷെ ദൈവത്തിൻ്റെ പ്രകാശം അടിച്ചപ്പോൾ ഇവൻ നിലത്ത് വീണിട്ട് തപ്പുക. ആമേൻ കൈ പിടിച്ച് നടത്തുന്നവരെ നോക്കി തപ്പുക. ഞാൻ പറഞ്ഞു, ഈ ദിവസങ്ങളിൽ ആമേൻ ഹല്ലേലൂയ ദൈവകുഞ്ഞെ, ആമേൻ സാധാരണ നിന്റെ ജീവിതത്തിൽ നിന്നെ കാണാൻ പറ്റാ അവൻ തപ്പും. അവൻ തപ്പി നടക്കുക. ഇനി നിന്നെ എന്തെന്നറിയാമോ, പിടിക്കാൻ പറ്റുമെന്നുള്ളവർ പിടിച്ചാൽ മതി. ഈ വെളിപ്പാട് എനിക്കറിയാം, ഇത്തിരി കട്ടിയുള്ള വെളിപ്പാടാ. വെളിപ്പാട് പിടിക്കാൻ പറ്റുമെന്നുള്ളവർ എഴുന്നേറ്റ് ഒന്ന് പിടിച്ചോണം. ആമേൻ. എന്ത് പറഞ്ഞാൽ ആമേൻ നിന്നെ ഇനി കാണാൻ പറ്റുകയില്ല. കാരണം നീ വെളിച്ചത്തിനകത്താണ്. നിന്നെ നിനക്കിനി വേറെ ഒന്നും കാണാൻ പറ്റുകയില്ല. ഇവൻ തപ്പി നടക്കുക.
ഹല്ലേലൂയ, കൈപിടിച്ച് നടത്തുന്നവരെ നോക്കി തപ്പി നടക്കുകയാ. ഇന്നലകളിൽ ഈവൻ വാളെടുത്ത് വെല്ലുവിളി ഉയർത്തിയവനാ. ഇന്ന് പകൽ ദൈവത്തിന്റെ വെളിച്ചമടിച്ച ചിലത് തപ്പാം കിട്ടുകയില്ല കേട്ടോ. നിന്നെ കിട്ടുകയില്ല, നിന്നെ കാണാൻ പറ്റുകയില്ല, നിന്നെ കാണാൻ പറ്റുകയില്ല. ഇന്ന് പകലിൽ ആത്മാവ് പറയുന്നു, നിന്നെ കാണാൻ പറ്റുകയില്ല, കാണാൻ പറ്റുകയില്ല. ഹല്ലേലൂയ, നീ വെളിച്ചത്തിനകത്താണ്, ശത്രുവിന് നിന്നെ കാണാൻ പറ്റുകയില്ല. ഇവൻ തപ്പുവാ. ഞാൻ പറയുന്നു, പിശാചി ഇനി നിങ്ങളെ തപ്പും. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല. ഇനി എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റുകയില്ല, കാണാൻ പറ്റുകയില്ല. എവിടെയൊക്കെ പിശാചിന്റെ മേലൊരു തിരശ്ശീല ഇങ്ങനെ വീഴുക. ഇനി കാണാൻ പറ്റുകയില്ല, ഇനി കാണാൻ പറ്റുകയില്ല. സ്തോത്രം, സ്തോത്രം. ഇവൻ താപ്പി നടന്നു. ചമേ സ്തോത്ര. കൂടെയുള്ളവർ വന്ന് കൈപിടിച്ചു, ഇവനെ നടത്തി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് പകൽ ഈ സൂര്യൻ്റെ കീഴിൽ ആരും ഇരിക്കരുത്. ഈ സൂര്യൻ്റെ കീഴിൽ വരുമ്പോൾ ഈ സൂര്യനെ കൂടെ എന്ത് ചെയ്തോണം, ഈ സൂര്യനെ കൂടെ കൊണ്ടുവേണം ഈ സൂര്യൻ്റെ അടുത്ത് നിൽക്കാൻ. ഹല്ലേലൂയ. പിശാച് ആ സൂര്യൻ്റെ കീഴിൽ നിന്ന് പറയാ, എൻ്റെ സമയമാണ് ഇത്. പക്ഷെ ഈ വെളിച്ചം വന്നാൽ നിൽക്കാൻ പറ്റുകയില്ല, ഈ വെളിച്ചം വന്നാൽ നിൽക്കാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽ നിങ്ങളുടെ മഹത്വത്തിൻ്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ടോ? ഉള്ളിലുണ്ടോ? ഉള്ളിലുണ്ടെങ്കിൽ ഈ വെളിച്ചത്തിൽ വേണം നമ്മൾ നടക്കാൻ. ഈ വെളിച്ചത്തിൽ നടക്കരുത്. ഈ സൂര്യൻ്റെ വെളിച്ചത്തിൽ നടന്നാൽ, ആമേൻ, അപ്പോസ്തലന്മാർ ഈ വെളിച്ചത്തിൽ നടന്നിട്ട് പറഞ്ഞു, ആമേൻ, സ്തോത്രം, ഞങ്ങൾക്ക് പോരാട്ടമുള്ളത് ഞങ്ങൾക്ക്, ആമേൻ, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരാ, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരാ. പക്ഷെ ഞങ്ങൾ ജഡപ്രകാരം ഫൈറ്റ് ചെയ്യില്ല. ഞങ്ങളുടെ, ആമേൻ, സ്തോത്രം, പോരിന്റെ ആയുധങ്ങൾ, ഞങ്ങളുടെ പോരിന്റെ ആയുധം, ആമേൻ, സ്തോത്രം, പകരത്തിന് പകരം പറയുന്നതല്ല നമ്മുടെ. സ്തോത്ര, സ്തോത്ര, സ്തോത്ര. ഈ സൂര്യന്റെ കീഴിലിരുന്നാൽ ഇതൊന്നും നടക്കുകയില്ല. ഈ സൂര്യന്റെ കീഴിലിരുന്നു കൊണ്ട് നമ്മൾ പാട്ടുപാടി ദൈവത്തെ ആരാധിക്കും. ഈ സൂര്യന്റെ കീഴിലിരുന്ന് എങ്ങനെ പ്രാർത്ഥിക്കാമേ പാട്ട് പാടുന്നേ? എന്നു തീരും എൻ്റെ കഷ്ടം ഇനി മണ്ണിലേ, അന്നു മാറും എൻ്റെ കഷ്ടം നിശ്ചയം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നീ കോണം അല്ലേ? എന്നു തീരും എൻ്റെ, അത് ചില സന്ദർഭങ്ങളിലൊക്കെ അങ്ങ് പാടി അങ്ങ് ആത്മാവിലാവുക. എന്നു തീരും എൻ്റെ കഷ്ടം ഇനി മണ്ണിലേ, അന്നു മാറും എൻ്റെ കഷ്ടം നിശ്ചയം. പാടരുത്. അന്ന് കഷ്ടം മാറുമെങ്കിൽ പിന്നെ ഈ സൂര്യന്റെ കീഴിരുന്ന ഈ പാട്ടും പാടി ജീവിതകാലം മുഴുവനും അവിടെ ഇരിക്കും. പക്ഷേ ഈ സൂര്യന്റെ കീഴിലോട്ട് മാറിയാൽ, ഈ സൂര്യന്റെ കീഴിലോട്ട് മാറിയാൽ, തൻ വാഗ്ദത്തങ്ങളെല്ലാം ഉവ്വ് 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 ക്രിസ്തു യേശുവിൽ. ആമേൻ. ഒരു ദൂത് പറയുമ്പോൾ ആദ്യം ആമേൻ, ഈ സൂര്യന്റെ കീഴിലിരിക്കുന്നവർ അവര് പറയും ആമേൻ, ആമേൻ. അങ്ങനെ ജീവനിലിരുന്ന് ഞാൻ ദൈവത്തിന്റെ നന്മ കാണും. ഞാൻ മരിച്ചിട്ടല്ല നന്മ കാണുന്നേ. ഞാൻ മരിച്ചിട്ടല്ല, ഞാൻ നിത്യത ചെന്നിട്ടല്ല, ജീവനോടെ ഇരുന്ന്, ഞാൻ ജീവനോട് ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ കാണുമെന്ന് പറഞ്ഞില്ലെങ്കിൽ അയ്യോ കഷ്ടം, അയ്യോ കഷ്ടം, കഷ്ടം. ഇന്ന് പകൽ കഷ്ടമല്ല, നഷ്ടമല്ല. ജീവനോട് ഇരുന്ന് എന്റെ ദൈവത്തിന്റെ പ്രവർത്തി ഈ സൂര്യന്റെ കീഴിൽ, ഈ സൂര്യന്റെ കീഴിൽ എന്നെ വെല്ലുവിളിച്ച അവന്റെ സമയം എന്ന് പറഞ്ഞ ഈ സൂര്യന്റെ കീഴിൽ ഞാൻ അവന്റെ നന്മ കാണും.
നന്മ ഞാൻ അനുഭവിക്കും. പിശാച് നിനക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല, നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എന്നോട് പ്രവർത്തിക്കാൻ പറ്റുകയില്ല. നിന്റെ നുകങ്ങൾ തകരും. ഇന്ന് പകൽ, ഇന്ന് ദൈവകുഞ്ഞ നിന്റെ പകല. വാഴ്ചകളും അധികാരങ്ങളും തകരുന്ന പകല, തകരുന്ന പകല, തകരുന്ന പകല. നിന്റെ പകല, ഇത് നിന്റെ പകല. നാളുകൾ കൊണ്ട് അസ്തമിച്ചു പോകുന്ന സൂര്യന്റെ കീഴിൽ ശത്രു നിന്നെ വെല്ലുവിളിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം നീ നിൽക്കുന്നത് അസ്തമിക്കുന്ന സൂര്യന്റെ കീഴിലല്ല, അസ്തമിക്കാത്ത എന്നേക്കും പ്രകാശിക്കുന്ന, സ്വയം പ്രകാശിക്കുന്ന ആ വെളിച്ചം ഇന്ന് പകൽ, ഇന്ന് പകൽ നിനക്ക് വേണ്ടി, ഇന്ന് പകൽ നിനക്ക് വേണ്ടി, ഇന്ന് പകൽ നിനക്ക് വേണ്ടി, ഇന്ന് പകൽ നിനക്ക് വേണ്ടി ആ വെളിച്ചം പ്രകാശിക്കുന്നു, ആ വെളിച്ചം പ്രകാശിക്കുന്നു. ഇന്ന് പകൽ ചില വെളിച്ചം ഇതിനകത്ത് ശുദ്ധി മിന്നുകയാ. നിന്നിലെ പ്രകാശം, നിന്നിലെ വെളിച്ചം, നിന്നിലെ വെളിച്ചം, നിന്നിലെ വെളിച്ചം. ചിലത് വീഴുന്നു, ചിലത് വീഴുന്നു. ചില അന്ധകാര ദുഃഖങ്ങൾ ഇന്ന് പകൽ നിന്റെ മുമ്പിൽ വീഴുന്നു, 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 വീഴുന്നു. നിന്നെ വാണത്, നിന്നെ വാണത് 2024 ഫെബ്രുവരി മാസം വരെ നിന്നെ വാണത് ഈ മാർച്ച് മാസത്തിൽ അത് വീഴുന്നു, വീഴുന്നു. നിന്നിലെ വെളിച്ചം, നിന്നിലെ വെളിച്ചം, നിന്നിലെ വെളിച്ചം, നിന്നിലെ വെളിച്ചം, നിന്നിലെ വെളിച്ചം പ്രകാശിക്കട്ടെ, പ്രകാശിക്കട്ടെ, പ്രകാശിക്കട്ടെ. എല്ലാവരും എഴുന്നേറ്റിന്നേ. ഈ വെളിച്ചം ഇന്ന് പകൽ ഞാൻ പറയും, ഈ വെളിച്ചം പ്രകാശിച്ചാൽ ഒരു ശക്തിക്ക് നമ്മുടെ മുമ്പിൽ നിൽക്കാൻ പറ്റുകയില്ല. ഇന്നലെ വരെ ഞാനും നിങ്ങളും അസ്തമിച്ചു പോകുന്ന 12 മണിക്കൂർ പ്രകാശിച്ച് അസ്തമിച്ചു പോകുന്ന സൂര്യന്റെ കീഴിലിരുന്ന് നിരാശപ്പെട്ടു, ദുഃഖിച്ചു, ഭാരപ്പെട്ടു. തലമുറകളെ കുറിച്ച് ഓർത്ത് നിരാശപ്പെട്ടു, ഭാരപ്പെട്ടു. നാളത്തെ ജോലിയെ കുറിച്ചുള്ള ഭാരത്തിൽ നിങ്ങൾ നിരാശപ്പെട്ടു. ഇന്ന് പകൽ പറ സ്തോത്രം, ഹല്ലേലൂയ, ഇനി ഞങ്ങൾക്ക് അതിന് മനസ്സില്ലെന്ന്. ഈ സൂര്യൻ, ഈ നീതി സൂര്യൻ ഉണ്ടല്ലോ, ഈ ക്രിസ്തുവാകുന്ന സൂര്യൻ ഒരുവന്റെ മേൽ പ്രകാശിച്ചാൽ പിന്നെ അത് 12 മണിക്കൂറല്ല, 24 മണിക്കൂറല്ല, സ്വത്രം 365 ദിവസമല്ല. ഇന്ന് പകൽക്കാലം നിന്നെ നിത്യതയിൽ എത്തിക്കുന്നത്. ഇന്ന് പകൽ ഈ സൂര്യൻ ശക്തിയോടുകൂടെ നമ്മുടെ മേൽ പ്രകാശിക്കും. ഈ സൂര്യൻ പ്രകാശിക്കും. ഇത് നമ്മൾ പ്രകാശിച്ചാൽ നമ്മുടെ മുമ്പ് എല്ലാം വീഴും. ചില അധികാരപത്രങ്ങൾ വീഴും. വീണാൽ എന്ത് സംഭവിക്കുമെന്നറിയോ? വീണാൽ എന്ത് സംഭവിക്കുമെന്നറിയോ? സ്തോത്രം, നിങ്ങൾക്ക് വിരോധമായി വന്നത് വീഴുമ്പോൾ നിങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടി വരും. നിങ്ങളെ ദൈവം ഉപയോഗിക്കും. ഈ വെളിച്ചം പ്രകാശിച്ച ദൈവം നിങ്ങളെ ഉപയോഗിക്കും. നിങ്ങളുടെ വലിപ്പം നോക്കിയല്ല. അപ്പോസ്തല പ്രവൃത്തി വായിച്ചു നോക്കിയേ. അനന്യാസ് എന്ന് പറയുന്ന ഒരു ദൈവത്തിന്റെ അഭിഷിക്തൻ ഒരൊറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ഒരു പൗലോസിന്റെ കണ്ണു തുറന്നു. ആരാലും അറിയപ്പെടാതെ കിടന്ന ഒരു മനുഷ്യൻ. ഇന്ന് പകൽക്കാലം സ്തോത്രം, ദൈവകുഞ്ഞെ, നിന്റെ ശത്രുവാണ് നിന്റെ തല ഉയർത്തുന്നത്. നമ്മൾ പറയാ ദൈവമേ, ശത്രു ഞങ്ങൾക്ക് എതിരാ എന്നതിനെ ഓർത്ത് സന്തോഷിക്കുന്നേ. നിങ്ങൾക്ക് എന്ത് എതിരായി വന്നോ അത് നിങ്ങളുടെ തല ഉയർത്തും. അതുകൊണ്ട് പാട്ടുകാരൻ പാടി, എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം, എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ചിന്ന ഭിന്നമായി പോകും എൻ്റെ ദൈവത്താൽ. നോ, ഈ വെളിച്ചം അടിച്ചാൽ ചിന്ന ഭിന്നമായി പോകത്തില്ല ശത്രു. പിന്നെ എന്തായി മാറും?
എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം മിത്രങ്ങളായി മാറും എൻ്റെ ദൈവത്താൽ. എത്ര പേർക്ക് സ്തോത്രം പറയാൻ പറ്റും? കർത്താവ് മിത്രമൊന്നും ആകണ്ട. ഒരുപാട് ഞങ്ങളെ ദ്രോഹിച്ചതാ. ചെറിയൊരു അടി കൊടുത്തിട്ട് നിങ്ങളെ നിപ്പ് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു. ഇന്ന് പകൽ ഞാൻ പറയുന്നു, നമ്മളെ എതിർത്തവർ, നമുക്ക് വിരോധമായി നിന്നവർ, അടുത്ത ആഴ്ച നമ്മുടെ അടുത്ത ചെയറിലിരുന്ന് അവർ ആത്മാവിൽ ആരാധിക്കണം. ഇതാ നമ്മുടെ മേലുള്ള ദൈവത്തിന്റെ അഭിഷേകം. ഓ സ്തോത്ര. ഞാൻ ആരെന്റെ ശത്രുവാണെന്ന് പറഞ്ഞോ അവർ അടുത്ത ആഴ്ച എനിക്ക് ബിരിയാണി മേടിച്ചു തരും. അങ്ങനെ പറ്റുമോ? ഈ വെളിച്ചത്തിന് അങ്ങ് പറ്റുമെന്ന്. ഈ സാധാ സൂര്യന്റെ കീഴിൽ ഇരുന്നു കൊണ്ട് നമ്മൾ പാടുക, എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ചിന്ന ഭിന്നമായി പോണം എൻ്റെ ദൈവത്താൽ. അത് പറയുമ്പോൾ ഇച്ചിരി കാട്ടി കൂടിയ അതുവരെ എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ചിന്ന ഭിന്നമായി പോണം എൻ്റെ ദൈവത്താൽ. ഹലോ, പക്ഷെ ഈ സൂര്യന്റെ കീഴിൽ ഇരുന്നാൽ, ഈ സൂര്യന്റെ കീഴിൽ നിന്ന് നമ്മൾ പാടും, എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം മിത്രങ്ങളായി മാറും എൻ്റെ ദൈവത്താൽ. അപ്പൊ സ്വർഗം നമ്മൾ നോക്കിയിട്ട് ആരാമേ പറയും, സൈത്താനേ നോക്ക്, എൻ്റെ കുഞ്ഞുങ്ങളെ നോക്ക്. നീ ഇന്നലെ വരെ ഈ സൂര്യന്റെ കീഴിൽ നിന്ന് നീ വിഷത്തിന്റെ വിത്ത് വിതച്ചില്ലേ, പകയുടെ വിത്ത് നീ വിതച്ചില്ലേ, വൈരാഗ്യത്തിന്റെ വിത്ത് നീ വിതച്ചില്ലേ. പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങൾ കണ്ടോ, എൻ്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് അവർ പാടുകയാ. ഇനി ശത്രുക്കൾ നമ്മുടെ മുമ്പിൽ. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത്, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ഞങ്ങൾ ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല, വാഴ്ചകളെയും അധികാരങ്ങളെയും ഹല്ലേലൂയ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമാകുന്ന എല്ലാ ഉയർച്ചകളെയും ക്രിസ്തുയേശുവിൻ്റെ അനുസരണത്തിൽ അവയെ പിടിച്ചടക്കുന്ന ഒരഭിഷേകം എൻ്റെ അകത്തിന്റെ ദൈവം പകർന്നു വച്ചിരിക്കുന്നു. അതുകൊണ്ട് അടിച്ചവനോട് പകയില്ല. പൗലോസ് പറയും, പൗലോസും ശീലാസും പറയും, ഞങ്ങളെ ഞങ്ങളുടെ ശരീരം മുഴുവനും മുറിവേൽപ്പിച്ച് ഇതാ ഞങ്ങളെ കാലിനെ ആമത്തിലിട്ട് ഞങ്ങളുടെ കൈകളെ ബന്ധിച്ചിരിക്കുന്നു. കർത്താവേ, ഈ കാരാഗ്രഹ പ്രമാണിയും കുടുംബത്തെ എല്ലാം നീ ഏലിയാവാണെങ്കിൽ എന്തു പറയും? ഏലിയാവാണെങ്കിൽ പറയും, കർത്താവേ തീ ഇറങ്ങണം. നമ്മൾ ഏലിയാവിൻ്റെ ആളാണോ യേശുവിൻ്റെ ആളാണോ? ഇടയ്ക്ക് ഏലിയാവിൻ്റെ ആളുടെ ഉള്ളതുപോലെ കർത്താവേ, ഇത്രയും ദ്രോഹിച്ച കർത്താവേ, എൻ്റെ കണ്ണ് കാണക്കെ ദൈവമേ ചില അത്ഭുതങ്ങൾ നടക്കണം. ഏലിയാവിൻ്റെ ആത്മാവാ. ചിലത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് തന്നെ കാണും. പിന്നെ കിട്ടുന്നതെല്ലാം എന്നോട് എതിർക്കുന്നവരോട് നീ എതിർക്കണം, എന്നോട് വാദിക്കുന്നവരോട് ദൈവമേ നീ പിന്നെ സങ്കീർത്തനം എല്ലാം പിന്നെ സ്റ്റാറ്റസ് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുമല്ല, എല്ലാം അങ്ങനത്തെ വാക്യാ. പക്ഷേ ക്രിസ്തു ഒരുവന്റെ മേൽ പ്രകാശിച്ചാൽ, ഞാൻ പറഞ്ഞു, ഈ ലോകത്തെ പ്രകാശിപ്പിക്കുന്ന ഒരു പ്രകാശം നമ്മുടെ അകത്ത് വെച്ചിട്ട് എൻ്റെ ദൈവം പറയാ, ആമേൻ സ്തോത്രം, ഇനി ഈ വെളിച്ചം പ്രകാശിച്ചാൽ, ആമേൻ, ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന എല്ലാ ഉയർച്ചകളെയും ഞങ്ങളെന്ത് ചെയ്യും? ഞങ്ങളതിനെ പിടിച്ചടക്കും. ഇനി കോപം വന്നാൽ കോപത്തിന് എൻ്റെ മേൽ ഇനി വാഴാൻ, ഓ സ്തോത്ര, ഇനി ആമേൻ ഇന്നലകളിൽ എന്നെ വാണു, ഇനി എന്ത് ചെയ്യാൻ പോവാ? അല്ലേ? ഇന്നലകളിൽ കോപം, നമ്മൾ ഏത് സൂര്യന്റെ കീഴിലായിരുന്നു? 12 മണിക്കൂർ സൂര്യന്റെ കീഴിൽ നിന്നപ്പോൾ പറഞ്ഞു തരുന്ന ദേഷ്യം വരെ ആട്ടി പിടിക്കാം. ഇനി എന്ത് ചെയ്യത്തില്ല? ഇനി കോപിക്കില്ല. ഏലിയാവിന്റെ ആത്മാവല്ല നമ്മുടെ മേലിരിക്കുന്നത്. ഏലിയാവിന് കോപം എന്ന് പറഞ്ഞ ആകാശത്ത് തീ ഇറങ്ങട്ടെ. 51 പേർ
ചില കോപം കൊണ്ട് എത്രയോ പേർ പിന്മാറിപ്പോയി. എത്രയോ പേരുടെ ഹൃദയത്തിൽ മുറിവ് പറ്റു. എത്രയോ പേർ ആത്മീകമായി മരിച്ചു, പിന്മാറിപ്പോയി നമ്മുടെ വാക്കുകൾ കൊണ്ട്. ആമേൻ, സ്തോത്രം. ഒരിക്കൽ യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ച, കർത്താവേ, ആമേൻ, ഈ ശമരിയക്കാർ നമ്മളെ കർത്താവിൻ്റെ വചനം കൈക്കൊള്ളുന്നില്ല, യാവിലിയാവിനെ പോലെ നമുക്ക് തീയിറക്കാം. ആരോട്? യേശുവിനോട്. ഇവരെല്ലാം തീയുടെ ആൾക്കാരാ. അന്ന് തീയിറക്കാം. കർത്താവ് കത്തിപ്പോണേ, ആ വണ്ടി ഇടിച്ച് ഒന്നുപോലും. ഏതാത്മാ? കർത്താവ് ചോദിച്ചു, നിങ്ങൾ ഏതാത്മാവിന് അധീനർ? നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ആത്മാവേതാ? എൻ്റെ ആത്മാവാണോ? കർത്താവിൻ്റെ ആത്മാവാണെങ്കിൽ വീട്ടിലെ അമ്മാമ്മ അമ്മേ സ്തോത്ര പ്രശ്നം ഉണ്ടാക്കിയാൽ, ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു, ഇനി എന്നെ കൊണ്ട് രണ്ടാമതൊന്നുകൂടെ പറയിക്കരുത് എന്ന് പറയല്ല. ഇപ്പം പുള്ളിക്കാരി ഞാൻ കലിച്ച് നിൽക്കുക, ഒന്ന് പോയിട്ട് അവർ കെട്ടിപ്പിടിച്ചു. ചിലപ്പോൾ ഒന്ന് കുതറുമായിരിക്കും, വിടരുത്. അന്ന് കൊണ്ടുപോയി ഒരു ബിരിയാണി മേടിച്ച് കൊടുത്തേ. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ മേലിരിക്കുന്ന ഏലിയാവിൻ്റെ ആത്മാവ് അന്ന് പോയി നമ്മൾ പുറത്തു പോയി ബിരിയാണി അടിച്ചിട്ടും നിന്റെ അമ്മ ചോറും വേണ്ട, നിന്റെ വെള്ളവും വേണ്ട, എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. പറ്റാതെന്താ? അവസാനം തീയിറങ്ങി കരിഞ്ഞു പോവും. ഞാൻ പറയുന്നത്, നമുക്കിനി ഈ സൂര്യൻ്റെ കീഴിൽ ഇരിക്കണ്ട, അല്ലേ? അല്ലേ? എത്ര ആമേ സ്തോത്ര ശത്രു വീഴുമെന്നറിയാമോ? എല്ലാ കണ്ണുകളും അടയട്ടെ. ഇത് പകൽക്കാലം ദൈവത്തോട് പ്രാർത്ഥിക്കാം. യേശുവേ, ഇതിന്റെ മഹത്വം അപ്പ, ഞങ്ങളിലെ വെളിച്ചം ഒന്ന് പ്രകാശിക്കണപ്പ. ചില നിമിഷങ്ങൾ ആരും മൗനമായി നിൽക്കാതെ, ഇനി പിശാച് നിങ്ങളെ വാഴുകയല്ല, നിങ്ങൾ പിശാചിനെ വാഴും. നിങ്ങൾ അധികാരം കൊണ്ട് ആമേ പിശാചിനെ വാഴും. ആമേ സ്തോത്ര ഹല്ലേലൂയ. ആമേൻ. ഈ നീതി സൂര്യന്റെ അകത്ത് നിങ്ങൾ പ്രവേശിച്ചാൽ നിങ്ങൾ നടക്കേണ്ടുന്ന വഴി അവൻ കാണിച്ചു തരും. നിങ്ങളുടെ മേൽ ദൃഷ്ടി വെച്ച് അവൻ ആലോചന പറഞ്ഞു തരും. ആമേ സ്തോത്രം. ഒരു ആമേ സ്നേഹിതനെ പോലെ ഒരു കാര്യസ്ഥൻ ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞെ നിന്നോട് കൂടെ ഉണ്ട്. ആമേ, നിന്റെ സകല കാര്യങ്ങളും ക്രമീകരിപ്പാൻ ശത്രു നിന്റെ പടിവാതിൽക്കകത്ത് കയറാതെ വണ്ണം അവനെ അവിടെ വെച്ച് തള്ളിയിടുന്ന ഒരു വലിയ വെളിച്ചം ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞെ നിന്നോട് കൂടെയുണ്ട്. നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങളോട് കൂടെയുണ്ട്. പകലൊന്ന് സംസാരിച്ച ദൈവത്തോട് പറഞ്ഞ, കർത്താവേ, ഇനി ഞങ്ങൾക്ക് ആ സൂര്യൻ്റെ കീഴിൽ നിന്ന് നിരാശപ്പെടാൻ മനസ്സില്ലപ്പാ. ആ സൂര്യൻ്റെ കീഴിൽ സമയം കാത്ത് നിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പൈശാചിക മണ്ഡലമുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞ് ഈ ആരാധന കഴിഞ്ഞിറങ്ങുമ്പോൾ ആ സൂര്യൻ്റെ കീഴിൽ നിന്നെ വെല്ലുവിളിക്കുന്ന, നിന്റെ ഹൃദയത്തെ മുറിവേൽപ്പിക്കുന്ന, നിന്റെ ഹൃദയത്തെ ഭാരപ്പെടുത്തുന്ന ഒരു കൂട്ടം ശത്രു നിന്നെ ദണ്ഡിപ്പിക്കുവാൻ ആമേൻ ആ സൂര്യൻ്റെ കീഴിൽ ഇരിക്കുമ്പോൾ ആമേൻ നീ പോകേണ്ടുന്നത് ഈ നീതി സൂര്യനെയും കൊണ്ട് പോയാൽ ആ വെട്ടത്തിനടുക്കൽ അവൻ വരത്തില്ല, അവന് നിൽക്കാൻ പറ്റത്തില്ല. ഈ ഭൂമിയിലെ വെളിച്ചത്തിന് ആമേൻ കർത്താവിൻ്റെ വെളിച്ചത്തിന് മുമ്പിൽ നിൽക്കാൻ പറ്റുകയില്ല. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. നീ ഈ ഭൂമിയിൽ വാഴും, ഈ ഭൂമിയിൽ നീ അധികാരം നടത്തും, ഈ ഭൂമിയിൽ നീ ആയുസ്സോടെ ഇരിക്കും, ഈ ഭൂമിയിൽ നീ ആരോഗ്യത്തോടെ ഇരിക്കും, ഈ ഭൂമിയിൽ നീ നന്മ കാണും, ഈ ഭൂമിയിൽ നീ ദൈവത്തിന്റെ സമൃദ്ധി അനുഭവിക്കും. ഈ ഭൂമിയിൽ നിന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. നിന്റെ കുടുംബം ശാപം പിടിക്കല്ല, നിന്റെ കുടുംബം ദാരിദ്ര്യം അനുഭവിക്കല്ല. ആമേൻ സ്തോത്രം. നിന്റെ കുടുംബം ദൈവത്തിന്റെ സമൃദ്ധി അനുഭവിക്കും. ഈ സൂര്യൻ ആരെ കൂടെ ഇരിക്കോ അവർ അവൻ ദാരിദ്ര്യം അനുഭവിക്കല്ല. 3 ദിവസം യേശുവിനോട് കൂടെ ഇരുന്ന ജനത്തെ അവൻ വിശന്നു വലഞ്ഞവനായി മരുഭൂമി പറഞ്ഞു വിട്ടവനല്ല എൻ്റെ ദൈവം പറഞ്ഞു, നിന്റെ കയ്യിലുള്ളത് കൊണ്ടുവാ, ഞാൻ അതിനെ വർദ്ധിപ്പിച്ചു തരാം. അവൻ എല്ലാവരും തിന്ന് തൃപ്തി പ്രാപിച്ച് 12 വട്ടമാക്കിയെടുത്തെങ്കിൽ ഈ ഭൂമിയിൽ ദൈവം അത് ചെയ്തെങ്കിൽ ദൈവകുഞ്ഞ് നിന്റെ വീട്ടിനകത്ത് ദാരിദ്ര്യം വാഴരുത്, നിന്റെ കുടുംബത്തിനകത്ത് ദാരിദ്ര്യം വാഴരുത്, നിന്റെ തലമുറമേൽ
ദാരിദ്ര്യം വാഴരുത്. വാഴുകല. നീ സമൃദ്ധി അനുഭവിക്കണം, നീ നന്മ അനുഭവിക്കണം. ഈ സൂര്യന്റെ കീഴിൽ അവൻ ദാരിദ്ര്യം ഇല്ല, അവന്റെ കീഴിൽ സമൃദ്ധിയേ ഉള്ളൂ. സമൃദ്ധിയുള്ളൂ. നീ സൂര്യന്റെ കീഴിലാ. ഈ ലോകത്തിന്റെ സൂര്യന്റെ വെളിച്ചത്തിന് നിന്നെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥന.